ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്ററായ ജോമെട്രി ആൻഡ് ഓൾജിബ്രയിലെ 8ാമത്തെ ഭാഗമാണ്. അതായത് ഇക്വേഷൻ ഓഫ് എ ലൈൻ, ഒരു വരയുടെ സമവാക്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ ഞാനൊരു വര വരച്ചിട്ടുണ്ട്. അതിലെ ഒരു പോയിന്റ് 2, 4 എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മറ്റേ പോയിന്റിനെ XY എന്ന് എടുത്ത് നമുക്ക് അറിയത്തില്ല, സൂചക സംഖ്യകൾ കോർഡിനേറ്റ്സ് അറിയത്തില്ല. അതിന്റെ സ്ലോപ്പ് അഥവാ ചരിവ് തന്നിട്ടുണ്ട്, 2/3 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്തെഴുതാം? y2 മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x2 മൈനസ് x1 ആണെന്ന് നമുക്കറിയാം. അതായത് y മൈനസ് y1. അപ്പൊ ഇത് x1 y1 എന്ന് എടുത്തു കഴിഞ്ഞാൽ y1 എത്രയാണ്? 4 ഈക്വൽ ടു m. m എന്ന് പറയുന്ന സ്ലോപ്പ് അല്ലേ, ചരിവല്ലേ, 2/3 ആണ് ഇൻറ്റു x മൈനസ് x1 എത്ര? 2 എഴുതാമല്ലോ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ഈക്വൽ ടു സൈൻ ഉണ്ടാവണം. സമവാക്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് സമചിഹ്നം ഉണ്ടായിരിക്കണം. ഇതാണ് എക്സ് സൂചക സംഖ്യകളും വൈ സൂചക സംഖ്യകളും തമ്മിലുള്ള റിലേഷൻ അല്ലെ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ വരയിലെ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള റിലേഷനാണിത്. അതിനെയാണ് നമ്മൾ ഇക്വേഷൻ ഓഫ് എ ലൈൻ അഥവാ വരയുടെ സമവാക്യം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഈ ഡിനോമിനേറ്ററിലുള്ള 3 ഈ y-4 ലെഫ്റ്റ് സൈഡിലുള്ള y-4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 3 ഇൻറ്റു y-4 എന്ന് എഴുതാമല്ലോ, ഈക്വൽ ടു ഈ മുകളിലത്തെ 2 ഇൻറ്റു x-2 എന്ന് എഴുതാം അല്ലെ. ഇതിനി ഓപ്പൺ ചെയ്ത് അപ്പൊ 3y ഈ മൈനസ് അതേപോലെ ഇട്ടു, 3 ഇൻറ്റു 4 12 ഈക്വൽ ടു 2x മൈനസ് 2 ഇൻറ്റു 2 4 അല്ലെ. ഇനി നമുക്ക് ഈ എക്സ് ആദ്യം എഴുതണം, പിന്നെ y എഴുതണം, പിന്നെ നമ്പർ എഴുതണം, എന്നിട്ട് ഈക്വൽ ടു 0 എന്ന് കൊണ്ടുവരണം. അപ്പൊ 2x പോസിറ്റീവായിട്ട് തന്നെയാണ് കിടക്കുന്നത്, അപ്പോൾ അത് വലതുവശത്ത് തന്നെ ഇരിക്കട്ടെ. ഈ പ്ലസ് 3y അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് 3y ആയി. ആദ്യം എക്സ് എഴുതണമെന്ന് പറഞ്ഞു, എക്സിന്റെ സംഗതികൾ എഴുതണം, പിന്നെ വൈയുടെ എഴുതണം, പിന്നെ നമ്പർ. അപ്പൊ ഇവിടത്തെ പ്ലസ് 3y മൈനസ് 3y ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ ഓൾറെഡി -4 ഉണ്ട്. പിന്നെ ഇവിടത്തെ -12 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ +12 ആവും. അപ്പൊ എല്ലാ സംഗതികളെയും ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അതായത് ഈ വശത്തൊന്നും ഇല്ല, 0 അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2x മൈനസ് 3y -4 + 12 എത്രയാണ്? +8 ഈക്വൽ ടു 0 എന്ന് എഴുതാമല്ലോ. ഇതാണ് ഈ ഒരു ലൈൻ്റെ, ഈ ഒരു വരയുടെ സമവാക്യം. അപ്പൊ നമ്മൾ സമവാക്യം എഴുതുമ്പോൾ സ്റ്റാൻഡേർഡ് രൂപത്തിൽ എഴുതുക. എക്സ് ആദ്യം എഴുതണം, പിന്നെ വൈ എഴുതണം, പിന്നെ നമ്പർ എഴുതണം, ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ഇനി ഞാൻ ഇവിടെ ഒരു ചോദ്യം തരാം. അതായത് ഇക്വേഷൻ ഓഫ് എ ലൈൻ ആണ്, വരയുടെ സമവാക്യമാണ് കണ്ടുപിടിക്കേണ്ടത്. ആ വരയിലെ 2 പോയിന്റ്സ് ആണ് -1 2ഉം 1 -2. അതായത് ഇവിടത്തെ ഇതിൽ നിന്ന് വ്യത്യാസമായിട്ടാണ് ഇവിടെ രണ്ടാമത്തെ പോയിന്റ് തന്നില്ല, പക്ഷെ ചരിവ് അഥവാ സ്ലോപ്പ് തന്നിരുന്നു. ഇവിടെ 2 പോയിന്റുകളാണ് തന്നിരിക്കുന്നത്, സ്ലോപ്പ് തന്നിട്ടില്ല, ചരിവ് തന്നിട്ടില്ല. അപ്പൊ ആ ചരിവ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് അഥവാ ചരിവ് എന്ന് പറഞ്ഞാൽ m ആണ്, ആൽഫബറ്റ് m ആണ്. m എന്ന് പറഞ്ഞാൽ എങ്ങനെ കാണുന്നത്? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ആണ് അല്ലെ. അപ്പൊ y2 മൈനസ് y1 എന്ന് പറഞ്ഞാൽ എത്ര? y2 എന്ന് പറഞ്ഞാൽ -2 മൈനസ് y1 എന്ന് പറഞ്ഞാൽ 2 ബൈ x2 എന്ന് പറയുന്ന 1 മൈനസ് x1 -1 ആണല്ലോ. അപ്പം -2 എന്ന് പറഞ്ഞാൽ -4 ബൈ 2 മൈനസ് അടുത്ത് വരുമ്പോൾ അത് പ്ലസ് ആയിട്ട് 1 + 1 2 എന്ന് വന്നു. അതായത് 4/2 എത്രയാണ്? 4ന്റെ പകുതി 2. അപ്പൊ -2 എന്ന് സ്ലോപ്പ് m കിട്ടിയല്ലോ. ഇനി നമുക്ക് ആ സമവാക്യത്തിലേക്ക് ഇട്ട് കൊടുക്കാം. സമവാക്യത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് സമവാക്യത്തിൽ എക്സും വൈയും ഉണ്ടാവണം. അതായത് ഈ പോയിന്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നില്ല. ഇവിടെ നമ്മൾ XY അങ്ങ് തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത്. സമവാക്യത്തിൽ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ അതിനകത്ത് എക്സും വൈയും ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് ഈ ഒരൊറ്റ പോയിന്റ് മതി. അതായത് y മൈനസ് y1 എത്ര? 2 ഈക്വൽ ടു m നമുക്ക് കിട്ടി -2 ഇൻറ്റു x മൈനസ് x1 -1. അപ്പൊ y -2 ഈക്വൽ ടു -2 ഇൻറ്റു x + 1 എന്ന് എഴുതാമല്ലോ. ഇനി ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? y -2 ഈക്വൽ ടു -2x -2
-2നെ എക്സ് കൊണ്ട് ഗുണിച്ചപ്പോൾ -2x ആയി. -2നെ 1 കൊണ്ട് ഗുണിച്ചപ്പോൾ -2 ആയി. ഈ -2x അല്ലെ വലതുവശത്ത് എടുക്കുന്നത്, അത് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാലേ +2x ആകത്തുള്ളൂ. ആദ്യം എക്സിന്റെ എഴുതേണ്ട കൊണ്ട് അത് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന് +2x ആക്കി. പിന്നെ y എഴുതേണ്ടതുകൊണ്ട് +y എന്ന് എഴുതി. പിന്നെ ഇവിടെ ഒരു -2 ഉണ്ട്. പിന്നെ ഈ ഈക്വൽ ടുവിന്റെ വലതുവശത്ത് കിടക്കുന്ന -2 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് +2 ആയി. ഈക്വൽ ടു 0 എന്ന് എഴുതാൽ ഈ -2ഉം +2ഉം ക്യാൻസൽ ആയി പോയിട്ട് പിന്നെ എന്ത് വന്നു? 2x + y = 0 എന്ന് വന്നല്ലോ. അപ്പൊ ഇതാണ് ഈ ഒരു വരയുടെ സമവാക്യം, ഈ ഒരു ലൈൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് സ്ലോപ്പ് തന്നാലും തന്നില്ലെങ്കിലും നമുക്ക് ആ വരയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് പഠിച്ചല്ലോ. ഇനി നമുക്ക് പേജ് നമ്പർ 251 ചോദ്യങ്ങൾ ചെയ്യാം. ഇവിടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. അതിനകത്ത് 4 എണ്ണം ഉണ്ട്, പോയിന്റ്സ് തന്നിട്ടുണ്ട്. 4 സ്ലോപ്പ് തന്നിട്ടില്ല. അപ്പൊ സ്ലോപ്പ് നമുക്ക് കാണണം, ചരിവ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണം ആ സമവാക്യം കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ സ്ലോപ്പ് അഥവാ ചരിവ് നമുക്ക് ആദ്യം കാണാം. m = y2. അപ്പൊ ഇതാണ് x1, ഇത് x1, ഇത് y1, ഇത് x2, ഇത് y2. ഇപ്പൊ സ്ലോപ്പ് കാണണമെങ്കിൽ y2 - y1 x2 - x1 ആണല്ലോ. അപ്പൊ y2 എന്ന് പറയുന്നത് 1 - 0 x2 1 - 0. അപ്പൊ 1/1 1 എന്ന് വന്നല്ലോ. ഇനി ഇതിന്റെ സമവാക്യം കാണണം, ഇക്വേഷൻ കാണണമെങ്കിൽ നമുക്ക് ഒരൊറ്റ പോയിന്റ് മതി അല്ലെ. രണ്ടാമത്തെ പോയിന്റ് നമുക്ക് മാറ്റാം. ഇക്വേഷൻ ഓഫ് ദി ലൈൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ y - y1 എത്രയാണ്? 0 = m. m 1 ആണല്ലോ. m × x - x1 0. y - y1 = m × x - x1. അപ്പോൾ y = 1 × x - 0 x തന്നെയാണ്. അതിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x. അപ്പോൾ y = x എന്ന ഇക്വേഷൻ കിട്ടിയല്ലോ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന പോയിന്റ്സ് 0 0 1 - 1. ഇവിടെയും നമുക്ക് സ്ലോപ്പ് അഥവാ ചരിവ് കണ്ടുപിടിക്കണം. m = y2 - y1 x2 - x1 ആണ്. അപ്പോൾ y2 എന്ന് പറയുന്ന -1 മൈനസ് y1 എന്ന് പറയുന്ന 0 x2 എന്ന് പറയുന്ന 1 - x1 0. അപ്പോൾ -1 - 0 ഏത് നമ്പറിന്റെ കൂടെ 0 ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും സെയിം നമ്പർ വരും. അപ്പോൾ -1/1 -1/1 എന്ന് പറയുന്ന -1 അല്ലേ. 1/1 1 തന്നെ, പിന്നെ ഒരു മൈനസ്. ഇനി ഇക്വേഷൻ കാണണമല്ലോ. ഇക്വേഷൻ എന്താണ്? y - y1 = m × x - x1. y - y1 = m × x - x1. അപ്പോൾ y - y1 0 = m എന്ന് പറയുന്ന -1 × x - x1 0. ഇതാണ് x1, ഇത് y1. അപ്പോൾ y - 0 y = -1 × x അല്ലേ. അതായത് y = -x എന്ന് കിട്ടിയല്ലോ. ഇനി മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെ ചോദ്യം, ഒന്നാമത്തെ പോയിന്റ് 1 0, രണ്ടാമത്തെ പോയിന്റ് 0 1. അപ്പൊ ആദ്യത്തേതാണല്ലോ x1 y1, രണ്ടാമത്തെ x2 y2 അല്ലെ. സ്ലോപ്പ് കണ്ടുപിടിക്കേണ്ട. സ്ലോപ്പ് അഥവാ ചെരിവ് എന്ന് പറഞ്ഞാൽ m ആണ്. m = y2 - y1 x2 - x1. y2 എന്ന് പറയുന്നത് 1 - y1 0 x2 0 - x1 1. അപ്പോൾ 1/0 -1 -1 ആണ്. അപ്പോൾ ആൻസർ -1. 1/1 1 ആണ്, പിന്നെ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ്. ഇനി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം y - y1 = m × x - x1. അപ്പോൾ ഇക്വേഷനകത്ത് ഞാൻ പറഞ്ഞു എക്സും വൈയും ഉണ്ടായിരിക്കണം, നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ y - y1 എന്ന് പറഞ്ഞാൽ 0 = m. ഇപ്പം നമുക്ക് കിട്ടി -1 × x - x1 എന്ന് പറഞ്ഞാൽ 1. y - 0 y ആണ്. ഇനി ഇത് ഓപ്പൺ ചെയ്യാം. -1 × x എന്ന് പറഞ്ഞാൽ -x. 1 × x x തന്നെ, പിന്നെ മൈനസ് കൊടുത്താൽ മതി. -1 × -1 മൈനസ് × മൈനസ് പ്ലസ് ആവും, +1.
ഈ എക്സ് ആണ് നമുക്ക് ആദ്യം എഴുതേണ്ടത്. എക്സ് പോസിറ്റീവ് ആക്കി കൊണ്ടുവരിക. അപ്പോൾ മൈനസ് എക്സിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് എക്സ് ആയി. പിന്നെ ഇവിടെ ഓൾറെഡി ഉള്ള പ്ലസ് വൈ എഴുതി. പിന്നെ ഈ റൈറ്റ് സൈഡിലെ പ്ലസ് 1 ഇപ്പുറത്തേക്ക് വന്നപ്പോൾ -1 ആയി, ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി നാലാമത്തെ നോക്കാം. -1 0യും 0 -1 ആണ് തന്നിരിക്കുന്ന പോയിന്റ്സ്. നമുക്ക് സ്ലോപ്പ് കാണണം, അഥവാ ചരിവ് m ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇതാണല്ലോ x1ഉം y1ഉം. ഇപ്പൊ y2 എന്ന് പറഞ്ഞാൽ -1 മൈനസ് y1 0 ബൈ x2 എന്ന് പറഞ്ഞാൽ 0 മൈനസ് x1 -1. ഇപ്പൊ -1 ബൈ 2 മൈനസ് അടുത്ത് പ്ലസ് ആയി, 0 + 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1/1 1 ആണ്, ഒരു മൈനസ് ഉള്ളതുകൊണ്ട് -1. നമ്മുടെ ഇക്വേഷൻ y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. ഇപ്പോൾ y മൈനസ് y1 എന്ന് പറയുന്നത് 0 ഈക്വൽ ടു m -1 എന്ന് കിട്ടി. എക്സ് മൈനസ് x1 എത്ര? -1. y മൈനസ് 0 ഇതിൽ നിന്ന് 0 സബ്ട്രാക്ട് ചെയ്താൽ അത് തന്നെ, ഈക്വൽ ടു ഇവിടെ 2 മൈനസ് അടുത്തുനിന്ന് പ്ലസ് ആയല്ലോ. അപ്പോൾ അത് നമുക്ക് ആ ഒരു സ്റ്റെപ്പ് എഴുതാം, x + 1. എന്നിട്ട് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ എന്തോന്നു? -x -1. മനസ്സിലായോ? 1 × 1 1 പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. അപ്പോൾ ഈ -xനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ +x ആയി. ഓൾറെഡി y ഇവിടെ ഉണ്ട്, +y. ഇനി -1 ഇപ്പുറത്തേക്ക് വന്നപ്പോൾ +1 ആയി, ഈക്വൽ ടു 0 എന്ന് കിട്ടിയല്ലോ. ഇക്വേഷൻ റെഡി ആയല്ലോ. ഇവിടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഫൈൻഡ് ദ അതിൽ 2 പാർട്ടുണ്ട്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ജോയിനിങ് -1 3 ആൻഡ് 2 5. പിന്നെ രണ്ടാമത്തെ പാർട്ട്, പ്രൂവ് ദാറ്റ് ഇഫ് xy ഈസ് എ പോയിന്റ് ഓൺ ദിസ് ലൈൻ ദെൻ സോ x + 3 y + 2. അതായത് ഇവിടെ 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ ആ വരയുടെ ഇക്വേഷൻ സമവാക്യം കണ്ടുപിടിക്കണം. രണ്ടാമത്തെ പാർട്ട്, xy എന്ന ബിന്ദു ഈ വരയിലുള്ളതാണെങ്കിൽ x + 3 y + 2 എന്ന ബിന്ദുവും ഈ വരയിലുണ്ട് എന്ന് തെളിയിക്കുക. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് ആദ്യം ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ്സ് ഏതൊക്കെയാണ്? -1 3ഉം 2 5ഉം അല്ല. ഇവിടെ നമുക്ക് സ്ലോപ്പ് അഥവാ ചരിവ് തന്നിട്ടുണ്ടോ? ഇല്ല. സ്ലോപ്പ് ചരിവ് m ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ആദ്യത്തേതാണല്ലോ x1ഉം y1ഉം അല്ലെ. ഇപ്പോൾ y2 എന്ന് പറയുന്ന 5 മൈനസ് y1 3 ബൈ x2 എന്ന് പറയുന്ന 2 മൈനസ് x1 എന്ന് പറയുന്ന -1. അപ്പോൾ 5 - 3 എന്ന് പറയുന്നത് 2 ബൈ 2 മൈനസ് അടുത്ത് വരുമ്പോൾ പ്ലസ് ആയിട്ട് 2 + 1 3 എന്ന് വന്നു. അപ്പോൾ സ്ലോപ്പ് അഥവാ ചരിവ് 2/3 എന്ന് കിട്ടിയല്ലോ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ഇക്വേഷൻ ഓഫ് ദ ലൈൻ, സമവാക്യമാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ സമവാക്യം എന്താ? y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. അപ്പോൾ y മൈനസ് y1 എത്രയാണ്? 3 ഈക്വൽ ടു m എത്ര കിട്ടി? ഇപ്പം 2/3 കിട്ടി ഇൻറ്റു എക്സ് മൈനസ് x1 -1. കണ്ട? അപ്പോൾ y - 3 ഈക്വൽ ടു 2/3 ഇൻറ്റു എക്സ് + 1 എന്ന് എഴുതാമല്ലോ. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യൽ ഈ താഴെ കിടക്കുന്ന 3നെ ഇപ്പുറത്തേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 3 ഇൻറ്റു y - 3 ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് + 1. ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ 3 × y എന്ന് പറയുമ്പോൾ 3y മൈനസ് 3 × 3 9 ഈക്വൽ ടു ഇവിടെയും അതുപോലെ തന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 2 × x 2x പ്ലസ് 2 × 1 2. ഇപ്പം ഇവിടെ എക്സ് പോസിറ്റീവായിട്ടാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ 2x അവിടെ തന്നെ വെച്ചുകൊണ്ട് ഈ y ടേമിനെ അപ്പുറത്തേക്ക് കൊണ്ട് പ്ലസ് 3y അപ്പുറത്ത് വരുമ്പോൾ -3y ആയി. പിന്നെ ഇവിടെ ഓൾറെഡി +2 ഉണ്ട്, ഇവിടെ നിന്ന് -9 അപ്പുറത്ത് വരുമ്പോൾ +9 ആയി. അപ്പോൾ ഈ വശത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ 0. ഇപ്പോൾ 2x മൈനസ് 3y 9 × 2 11 ഈക്വൽ ടു 0 എന്ന് കിട്ടിയല്ലോ. അതായത് 2x മൈനസ് 3y പ്ലസ് 11 ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ സമവാക്യം, ഈ വരയുടെ സമവാക്യം, ഈ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. അപ്പോൾ ഒന്നാമത്തെ പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി രണ്ടാമത്തെ പാർട്ട് പ്രൂവ് ചെയ്യണം അല്ലെ. ഇതേ വര തന്നെയാണല്ലോ. അപ്പോൾ സ്ലോപ്പ് വ്യത്യാസം വരുന്നുണ്ട്, ചരിവിന് മാറ്റം വരുന്നില്ല. അപ്പോൾ നമ്മുടെ ചരിവ് എത്രയാണ് കിട്ടിയത്? 2/3 ആണ് കിട്ടിയത് അല്ലെ. ആ ചരിവ് മാറരുത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് XY എന്ന ഒരു പോയിന്റ് ഈ ലൈനിലാണെങ്കിൽ
എക്സ് പ്ലസ് 3 വൈ പ്ലസ് 2 ഇതേ ലൈനിൽ തന്നെയാണ് കിടക്കുന്നതെന്ന് തെളിയിക്കണം. അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ എടുത്തു. ഇനി നമുക്ക് ഇതിന്റെ സ്ലോപ്പ് കാണാം. ഇതിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അപ്പോൾ ഈ സ്ലോപ്പ് തന്നെ കിട്ടിയാൽ ഈ വരെ തന്നെ അല്ലേ കിടക്കുന്നത്. അപ്പൊ ഇവിടുത്തെ y2 എന്ന് പറഞ്ഞാൽ ഏതാണ് y2? ഇതാണ് y2. ഇത് x2, ഇത് x1, ഇത് y1. അപ്പൊ y2 എന്ന് പറയുന്നത് y പ്ലസ് 2 അല്ലെ, മൈനസ് y1. y1 എന്ന് പറഞ്ഞാൽ എന്താ? y ബൈ x2. x2 എന്ന് പറയുന്നത് x പ്ലസ് 3 മൈനസ് x1. x1 എത്ര? x അല്ലെ. അത് എത്രയെന്ന് നോക്കാം. y മൈനസ് y ക്യാൻസൽ ആയി പോയില്ലേ, എക്സ് മൈനസ് എക്സും ക്യാൻസൽ ആയി പോയില്ലേ, ബാക്കി എന്തുണ്ട്? 2/3 തന്നെ കിട്ടിയില്ലേ. അത് ഈ സ്ലോപ്പ് തന്നെയല്ലേ, രണ്ട് സ്ലോപ്പും സെയിം അല്ലേ. അപ്പൊ എന്തെഴുതാം? എക്സ് പ്ലസ് 3 y പ്ലസ് 2 ഈസ് ഓൾസോ എ പോയിന്റ് ഓൺ ദിസ് ലൈൻ. എക്സ് പ്ലസ് 3 വൈ പ്ലസ് 2 എന്ന ബിന്ദുവും ഈ വരയിലുള്ളതാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്യാം. ചോദ്യം ഇതാണ്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ജോയിനിങ് -1 1 ആൻഡ് 2 7. പ്രൂവ് ദാറ്റ് ഫോർ എനി x 2x plus 3 ഈസ് ഓൺ ദിസ് ലൈൻ. ഇപ്പൊ രണ്ട് പാർട്ടുണ്ട്. ആദ്യത്തെ പാർട്ടിൽ രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്, -1 1ഉം 2 7ഉം. അപ്പോൾ ഇതിന്റെ ഇക്വേഷൻ ആണ് കാണേണ്ടത്. അതിനുവേണ്ടി ആദ്യം നമുക്ക് സ്ലോപ്പ് അഥവാ ചരിവ് കാണണം. ചരിവ് കാണാനുള്ള സമവാക്യം m ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അപ്പോൾ y2 ഇതാണ് 7 മൈനസ് y1 1 ബൈ x2 എന്ന് പറയുന്നത് 2 മൈനസ് -1. അപ്പോൾ 7 മൈനസ് 1 എന്ന് പറയുന്നത് 6. 2 രണ്ട് മൈനസ് അടുത്ത് വന്നപ്പോൾ പ്ലസ് ആയി. 2 പ്ലസ് 1 3 ആണ്. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 2 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇക്വേഷൻ കാണണം, സമവാക്യം കാണണം. സമവാക്യം എന്താണ്? y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. ഇതെല്ലാം x1, ഇത് y1 അല്ലേ. അപ്പോൾ y മൈനസ് y1 1 ആണ്. m ഇപ്പം നമുക്ക് 2 കിട്ടി. x മൈനസ് x1 എന്ന് പറയുന്നത് -1. അപ്പോൾ y മൈനസ് 1 ഈക്വൽ ടു 2 ഇൻറ്റു 2 മൈനസ് അടുത്ത് വന്നപ്പോൾ അത് പ്ലസ് ആയല്ലോ. ഇനി ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? y മൈനസ് 1 ഈക്വൽ ടു 2x പ്ലസ് 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 2 ഇൻറ്റു 1 2. അപ്പോൾ ഈ 2x വലതുവശത്താണ് പോസിറ്റീവായിട്ട് കിടക്കുന്നത്. അപ്പോൾ അത് 2x എഴുതി. ഇനി ഇടതുവശത്ത് കിടക്കുന്ന y അപ്പുറത്തേക്ക് വിടുമ്പോൾ -y ആയി. വലതുവശത്ത് ഓൾറെഡി +2 ഉണ്ട്. ഇടതുവശത്ത് -1 വലത്തോട്ട് പോയപ്പോൾ +1 ആയി. അപ്പോൾ ഇടതുവശത്ത് ആരും ഇല്ലല്ലോ അല്ലേ. അതായത് 2x മൈനസ് y 2 1 3 ഈക്വൽ ടു 0 എന്ന് കിട്ടിയല്ലോ. അപ്പോൾ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ x 2x plus 3 എന്ന പോയിന്റ് ഈ വരയിൽ തന്നെയാണ് എന്ന് തെളിയിക്കണം. അതായത് നമുക്ക് ഇവിടെ ഒരു പോയിന്റ് എടുക്കാം. അതിൻ്റെ കോർഡിനേറ്റ്സ് x 2x plus 3 എന്നെടുക്കുകയാണ്. അപ്പോൾ ഈ സമവാക്യം കിട്ടിക്കഴിഞ്ഞാൽ സമവാക്യം എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഈ വരയിലെ ഏത് ബിന്ദു എടുത്തോ, ഏത് പോയിന്റ് എടുത്തോ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ഈ വരയിലൊരു പോയിന്റ് അല്ലേ -1 1. അപ്പോൾ ഇത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ എന്ന് നമുക്ക് നോക്കാം. അതായത് 2 ഇൻറ്റു എക്സിന് പകരം എന്തെഴുതണം? -1 മൈനസ് y1 ആണ് പ്ലസ് 3 ഈക്വൽ ടു ഈ -1 1 എന്നുള്ള പോയിന്റ് ആണ് എടുത്തത്. അതിനകത്ത് ഇവിടെ എക്സും വൈയും ആണ് കിടക്കുന്നത്. പോയിന്റ് ഇവിടെ x1 y1 ആണ് കിടക്കുന്നത്. അപ്പോൾ ആ x1ന്റെ വില എക്സിന്റെ സ്ഥാനത്ത് കൊടുത്തു, y1ന്റെ വില വൈയുടെ സ്ഥാനത്ത് കൊടുത്തു. അപ്പോൾ 0 കിട്ടുവാണെങ്കിൽ ഈ പോയിന്റ് ഈ വരയിലാണ് കിടക്കുന്നത്. അപ്പോൾ 2 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ -2 ആണ്. -2 -1 പ്ലസ് 3. -2 -1 -3 അല്ലേ. -3 പ്ലസ് 3 0 അല്ലേ. അപ്പോൾ ഈ പോയിന്റ് ഈ വരയിലല്ലേ കിടക്കുന്നത്. ഇനി നമുക്ക് ഈ 27 ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന 27 അല്ലേ. അപ്പോൾ എക്സിന്റെ സ്ഥാനത്ത് എന്തെഴുതാം? 2 ഇൻറ്റു 2
മൈനസ് വൈയുടെ സ്ഥാനത്ത് 7 പ്ലസ് 3 2 2s are 4 മൈനസ് 7 പ്ലസ് 3 ഇത് പോസിറ്റീവ് എല്ലാം കൂടെ കൂട്ടി എഴുതിയാലും മതി 4 3 7 7 മൈനസ് 7 0 0 കിട്ടിയില്ല വലതുവശത്ത് ഇക്വേഷനിലെ വലതുവശത്ത് 0 കിട്ടിയോണ്ട് ഇതും ഈ പോയിന്റ് കിടക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന എക്സ് 2x പ്ലസ് 3 ഈ പോയിന്റ് ഈ വരയിലാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? 2x മൈനസ് വൈ പ്ലസ് 3 ഈക്വൽ ടു 0. അതിനകത്ത് എക്സിന്റെ സ്ഥാനത്ത് എക്സ് തന്നെയാണ് കിടക്കുന്നത്. വൈയുടെ സ്ഥാനത്ത് എന്താണ്? 2x പ്ലസ് 3 ആണ് കിടക്കുന്നത്. അപ്പൊ നമുക്കത് ഇട്ട് നോക്കാം. അപ്പൊ 2x എക്സിന്റെ സ്ഥാനത്ത് എക്സ് തന്നെയാണ് മൈനസ് വൈയുടെ സ്ഥാനത്ത് 2x പ്ലസ് 3. അപ്പൊ അത് ബ്രാക്കറ്റിൽ ഇടണം. 2 ടേംസ് ഉള്ളതുകൊണ്ട് 2 പദങ്ങൾ ഉള്ളതുകൊണ്ട് ബ്രാക്കറ്റ് ഇടുക. പ്ലസ് 3 നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഈ 2x അതേപോലെ എഴുതി ഈ മൈനസ് ബ്രാക്കറ്റിനുള്ളിലുള്ള ഓരോ ടേമിനും കൊടുക്കും. അപ്പോൾ മൈനസ് 2x ആയി, പ്ലസ് 3 എന്തായി? മൈനസ് 3 ആയി, പ്ലസ് 3 പ്ലസ് 2x മൈനസ് 2x ക്യാൻസൽ ആയല്ലോ, മൈനസ് 3 പ്ലസ് 3 ക്യാൻസൽ ആയല്ലോ. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? ഈക്വൽ ടു 0 ആയില്ലേ. അപ്പോൾ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തല്ലോ. അതായത് എക്സ് 2x പ്ലസ് 3 ഈസ് ഓൾസോ എ പോയിന്റ് ഓൺ ദിസ് ലൈൻ. എഴുതാവല്ലോ. 2x പ്ലസ് 3 എന്ന ബിന്ദുവും ഈ വരയിൽ തന്നെയാണ് കിടക്കുന്നത് എന്നെഴുതിയാൽ മതി. 2 പാർട്ടും ക്ലിയർ ആയല്ലോ. ഇനി 4ാമത്തെ ചോദ്യം ചെയ്യാം. 4ാമത്തെ ചോദ്യം ഇതാണ്. പ്രൂവ് ദാറ്റ് ഫോർ എനി പോയിന്റ് ഓൺ ദ ലൈൻ ജോയിനിങ് ദ ഒറിജിൻ ആൻഡ് ദ പോയിന്റ് 1 2 ദ y കോർഡിനേറ്റ് ഈസ് ട്വൈസ് x കോർഡിനേറ്റ്. അതായത് ആധാര ബിന്ദുവും 1 2 തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന വരയിലെ ഏത് പോയിന്റ് എടുത്താലും അതിന്റെ y സൂചക സംഖ്യ എന്ന് പറയുന്നത് x സൂചക സംഖ്യയുടെ ഇരട്ടിയാണ്, 2 മടങ്ങാണ് എന്ന് തെളിയിക്കണം. അപ്പൊ ഒറിജിൻ എന്ന് പറഞ്ഞാൽ എന്താ? ആധാര ബിന്ദു എന്ന് പറഞ്ഞാൽ എന്താ? 0 0 അല്ലെ. അപ്പൊ നമുക്ക് 0 0 1 2 അല്ലെ. സ്ലോപ്പ് അഥവാ ചരിവ് കാണാമല്ലോ. m ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. y2 എന്ന് പറയുന്നത് 2 ആണ്, മൈനസ് y1 0 ബൈ x2 എന്ന് പറഞ്ഞാൽ 1 മൈനസ് x1 0. 2 ബൈ 1 2 തന്നെ അല്ലേ. ഇനി നമുക്ക് സമവാക്യം കണ്ടുപിടിക്കാം. സമവാക്യം എന്താണ്? y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1. ഇതല്ലേ x1 y1, ഇത് x1 ഇത് y1 അല്ലേ. അപ്പോൾ y മൈനസ് y1 0 അല്ലേ, ഈക്വൽ ടു m എത്ര വന്നു? 2 ഇൻറ്റു x എത്ര? x മൈനസ് x1 0 അല്ലേ. ഏതിൽ നിന്ന് 0 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അത് തന്നെ y ഈക്വൽ ടു 2 ഇൻറ്റു x മൈനസ് 0 x തന്നെ. അപ്പോൾ 2 ഇൻറ്റു x എന്ന് എഴുതാമല്ലോ. ഇതിൻ്റെ അർത്ഥം എന്താ? y കോർഡിനേറ്റ് ഈസ് ട്വൈസ് x കോർഡിനേറ്റ്. തെളിയിച്ചല്ലോ. അല്ലെങ്കിൽ y സൂചക സംഖ്യ എന്ന് പറയുന്നത് x സൂചക സംഖ്യയുടെ 2 മടങ്ങാണ്. എന്തെഴുതാം? സോ y കോർഡിനേറ്റ് ഈസ് ട്വൈസ് x കോർഡിനേറ്റ്. അഥവാ എന്തെഴുതാം? y സൂചക സംഖ്യ x സൂചക സംഖ്യയുടെ 2 മടങ്ങാണ്. ക്ലിയർ ആയല്ലോ. ഇനി 5ാമത്തെ ചോദ്യം ചെയ്യാം. 5ാമത്തെ ചോദ്യം ഇതാണ്. പ്രൂവ് ദാറ്റ് ഫോർ എനി പോയിന്റ് ഓൺ ദ ലൈൻ ജോയിനിങ് 2 0 ആൻഡ് 0 3 ദ സം ഓഫ് ഹാഫ് ദ x കോർഡിനേറ്റ് ആൻഡ് 1/3 ദ y കോർഡിനേറ്റ് ഈസ് 1 എന്ന് തെളിയിക്കണം. അപ്പൊ നമ്മുടെ പോയിന്റ്സ് ഇതാണ് 2 0 0 3. 2 0 0 3. അപ്പോൾ ഇത് സ്ലോപ്പ് കണ്ടുപിടിക്കണം. അഥവാ ചരിവ് m എന്ന് പറയുന്നത് എന്താണ്? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അപ്പോൾ y2 എന്ന് പറയുന്നത് 3 ആണ്, മൈനസ് y1 എന്ന് പറഞ്ഞാൽ 0 ബൈ x2 എന്ന് പറയുന്നത് 0 മൈനസ് x1 എന്ന് പറഞ്ഞാൽ 2.
അപ്പോൾ 3/3 -0 0 - 2 എന്ന് പറഞ്ഞാൽ -2 ആണ് അല്ലേ. അപ്പം -3/2 അല്ലേ നമ്മുടെ ചരിവ്. ഇനി സമവാക്യം എന്താണെന്ന് നോക്കാം. ഇനി നമുക്ക് സമവാക്യം അഥവാ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഇക്വേഷൻ കാണാനുള്ള സമവാക്യം എന്താണ്? y - y1 = m × x - x1. അപ്പോൾ y മൈനസ് ഇതെല്ലാം x1 ഉം y1 ഉം അല്ലേ. y1 എന്ന് പറയുമ്പോൾ 0 = m എത്രയാണ്? -3/2 × x - x1 എത്രയാണ്? 2. ഇനി y - 0 y തന്നെയല്ലേ, = -3/2 × x - 2. അപ്പോൾ നമുക്ക് ഈ 2നെ ഇപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വന്നു? 2y = -3 × x - 2. ഈ ബ്രാക്കറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ 2y = -3x -× -+ ആയി 3 2 6 എന്ന് കിട്ടി. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സം ഓഫ് ദി ഹാഫ് എക്സ് കോർഡിനേറ്റും 1/3 വൈ കോർഡിനേറ്റും അതിൻ്റെ രണ്ടും കൂടെ തുകയാണ്. അപ്പോൾ അതായത് എക്സും വൈയും കൂടെ കൂട്ടണം അല്ലേ. അപ്പോൾ ഈ എക്സിനെ കൂടെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ 3x എന്ന് കിട്ടിയല്ലോ. ഇവിടെ +2y = 6 എന്ന് കിട്ടിയല്ലോ. ഇനി ഹാഫ് ദ എക്സ് കോർഡിനേറ്റ്, അപ്പോൾ എക്സിൻ്റെ പകുതി വേണം. ഇവിടെ എക്സിൻ്റെ 3 ടൈംസ് 3 മടങ്ങാണ് കിടക്കുന്നത്. പകുതി വേണം. അപ്പോൾ പകുതി കിട്ടണമെങ്കിൽ അതിനെ 6 കൊണ്ട് ഹരിച്ചാലല്ലേ, 3നെ 6 കൊണ്ട് ഹരിക്കുമ്പം 2 വന്ന് പകുതി ആയിക്കോളും, x/2 പകുതി ആയിക്കോളും അല്ലേ. അപ്പോൾ ഓരോ ടേമിനെ നമ്മൾ 6 കൊണ്ടാണ് ഹരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്ത് വന്നു? x/2 പ്ലസ് ഇതോ 2ഉം 6ഉം കൂടെ ക്യാൻസൽ ആകുമ്പോൾ 2 ഇരട്ട സംഖ്യകളാണ്. 2ന്റെ ടേബിളിൽ 1 പ്രാവശ്യമാണ് 2, 2ന്റെ ടേബിളിൽ 3 പ്രാവശ്യമാണ് 6. അപ്പോൾ y/3 = ഇപ്പോൾ x/2 പ്ലസ് y/3 1 × y തന്നെയാണ് = 1 എന്ന് കിട്ടിയല്ലോ. ഇതിൻ്റെ അർത്ഥം എന്താ? ഹാഫ് ദ എക്സ് കോർഡിനേറ്റ് പ്ലസ് 1/3 ദ വൈ കോർഡിനേറ്റ് ഈസ് = 1 എന്നല്ലേ. അതല്ലേ നമുക്ക് തെളിയിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? സം ഓഫ് ഹാഫ് ദ എക്സ് കോർഡിനേറ്റ് ആൻഡ് 1/3 ദ വൈ കോർഡിനേറ്റ് ഈസ് 1 എന്ന് എഴുതാം. അല്ലെങ്കിൽ എക്സ് സൂചക സംഖ്യയുടെ പകുതിയും വൈ സൂചക സംഖ്യയുടെ 1/3 ഭാഗവും കൂട്ടുമ്പോൾ 1 കിട്ടും. എഴുതാമല്ലോ. 5 ചോദ്യങ്ങൾ മനസ്സിലായല്ലോ. എഴുതി പഠിക്കുക.